മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളിൽ വെച്ച് ഏതൊരു സാധാരണക്കാരന്റെയും ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപേക്ഷിക്കാനാവാത്ത ഒന്നാണ് പ്ലാസ്റ്റിക്. ശരിയാണ്, ഇവ നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ ചെറുതൊന്നുമല്ല. എന്നാൽ ഇവയ്ക്ക് ബദലായി നമ്മൾ തന്നെ കണ്ടെത്തിയ ബയോ പ്ലാസ്റ്റിക്സ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കോമൺ അല്ല. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവയുടെ വില തന്നെയാണ്. നമ്മുടെ ചുറ്റുമായി പ്രവർത്തിക്കുന്ന നിരവധി ബയോപ്ലാസ്റ്റിക് നിർമ്മാണ കേന്ദ്രങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എത്തിക്കുന്നത് വിദേശ രാജ്യങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായ കപ്പയുടെ സ്റ്റാർച്ച് ഉപയോഗിച്ച് നമുക്ക് ബയോപ്ലാസ്റ്റിക് നിർമ്മിക്കാൻ സാധിക്കുന്നുണ്ട്. കപ്പയുടെ കിഴങ്ങിലും തൊലിയിലുമായി അടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ച് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവയിൽ 25 ഗ്രാം സ്റ്റാർച്ചിൽ 5 ഗ്രാം ഗ്ലിസറിൻ 5 ഗ്രാം വിനേഗർ എന്ന റേഷ്യോയിൽ ആഡ് ചെയ്ത് അതിൽ വെള്ളം ഒഴിച്ച് ഹീറ്റ് ചെയ്ത് ഒരു സ്ലൈം രൂപത്തിലാവുമ്പോൾ നമുക്കിത് മോൾഡിൽ തേച്ച് വെയിലത്ത് വെച്ച് ഉണക്കി DIY ആയിട്ട് തന്നെ നമുക്ക് പ്ലാസ്റ്റിക്സ് നിർമ്മിക്കാൻ സാധിക്കും. ഇത് ഫുഡ് കളർ ഉപയോഗിച്ചും അല്ലാതെയുമായി നിർമ്മിച്ച 2 പ്ലാസ്റ്റിക്സിന്റെ മോഡലാണ്. ഇവയിൽ PLA അഥവാ പോളിലാക്റ്റിക് ആസിഡ് എന്ന ഫാക്ടർ ആഡ് ചെയ്യുന്നത് വഴി ഇതിന് കൂടുതൽ സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റിയും ലഭിക്കുന്നതാണ്. അതുവഴി നമുക്കിത് കമേഴ്ഷ്യലൈസ് ചെയ്യാൻ സാധിക്കും. ഇത് കൃഷിക്കും പാചകത്തിനും ശേഷം ബാക്കിയാവുന്ന കപ്പയുടെ അവശിഷ്ടങ്ങൾ റീസൈക്കിൾ ചെയ്യാൻ സാധിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. കൂടാതെ കർഷകർക്ക് ഇത് പുതിയൊരു വരുമാന മാർഗവും പുതിയ സംരംഭങ്ങൾക്കുള്ള സാധ്യതയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തകർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാർഷിക വ്യവസായ മേഖലയ്ക്ക് ഇതൊരു കൈത്താങ്ങായിരിക്കും. താങ്ക് യു.